ഇത് പെട്രോ ഇലക്ട്രിക് ഹൈബ്രിഡ് ബൈക്കാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. വി ആർ ഫ്രം മാതാ കോളേജ് ഓഫ് ടെക്നോളജി. എൻ്റെ പേര് അൻസിഫ് എം. ദിസ് ഇസ് പ്രസീത ആൻഡ് ദിസ് ഇസ് ശിവപ്രസാദ് ആൻഡ് ദിസ് ഇസ് ജിതിൻ. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മൈലേജ് ബൂസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് മൊഡ്യൂളും ഒരു IC എഞ്ചിനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പുതിയ ബൈക്ക് എന്ന രീതിയിലല്ല, നമ്മുടെ ഏതൊരു വെഹിക്കിളിനകത്തും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മൊഡ്യൂൾ എന്നാണ്. ഇതിനകത്ത് മൈലേജ് ബൂസ്റ്റ് 70 കിലോമീറ്റേഴ്സ് ഷോട്ടാണ്. ഉറപ്പായിട്ടും 70 കിലോമീറ്റേഴ്സ് അഡീഷണൽ മൈലേജ് ബൂസ്റ്റ് കിട്ടും. പ്ലസ് 30 to 50 കിലോമീറ്റേഴ്സ് എഫിഷ്യൻസി ബേസിലും പിന്നെ എക്സിസ്റ്റിംഗ്ലി ഒരു 60 കിലോമീറ്റേഴ്സ് മൈലേജ് വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 150 to 200 കിലോമീറ്റേഴ്സ് മൈലേജ് ഇസ് ഷോട്ട്. അതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ മെയിൻ റെലവൻസ്. ഇത് കംപ്ലീറ്റ്ലി പൊല്യൂഷൻ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. യൂസറിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്വിച്ചിങ് ആണ്. അഡീഷണൽ ആയിട്ടൊരു 2 ബാറ്ററി വെക്കുന്ന ഒരു സ്പേസ് പോകുന്നല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് സോളാറും വിൻഡും കൂടെ വിൻഡ് സോഴ്സിങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 35 കിലോമീറ്റേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടും. ചാർജിങ് 6 to 8 hours ആണെങ്കിൽ അത് കുറച്ച് എടുത്ത് 3 to 4 hours വരെ മാത്രം ചാർജ് ചെയ്താൽ മതിയാവുന്ന രീതിയിലേക്ക് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 750 വാട്ട്സിൻ്റെ ഒരു ഹബ് മോട്ടറാണ്. പിന്നെ 48 വോൾട്ട് 33 ആംപിയർ അവർ ബാറ്ററീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സ്വിച്ചിങ് മെക്കാനിസം ശിവ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് ഇനീഷ്യം ലോഡും കാരണം കൂടുതൽ ഫ്യൂവൽ കൺസപ്ഷൻ ഉണ്ടാവും. സാധാരണ എല്ലാ ബൈക്കിലും കമ്പനി എക്കണോമി പറയുന്നത് 40 എബോവ് ഉള്ള സ്പീഡിലായിരിക്കും. അപ്പോൾ 0 മുതൽ 30 കിലോമീറ്റർ വരെ, 0 മുതൽ 30 കിലോമീറ്റർ ഉള്ള ഹൈ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന ആ ടൈം പീരീഡിൽ നമ്മൾ ഇലക്ട്രിക് ബൈക്കിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് മോട്ടറായിരിക്കും നമ്മളിതിൽ ഡ്രൈവ് ചെയ്യുക. എന്നിട്ട് സ്പീഡ് സെൻസർ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഒരു 30 കിലോമീറ്റർ എബവ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇലക്ട്രിക് മോട്ടർ കട്ട് ഓഫ് ആവുകയും IC എൻജിൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അത് പിന്നെ 30 കിലോമീറ്റർ എബവ് ഉള്ള ഹൈ സ്പീഡിൽ മുഴുവനും IC എൻജിനിലായിരിക്കും വർക്കിംഗ് മുഴുവനും. തിരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ പൊല്യൂഷൻ ഈ ബ്ലോക്കുള്ള സമയങ്ങളിലെല്ലാം 30 കിലോമീറ്ററിൽ താഴെയായിരിക്കും നമ്മളുടെ സ്പീഡ്. ആ സമയത്തായിരിക്കും ഹൈ പൊല്യൂഷനും ഹൈ ഫ്യൂവൽ കൺസപ്ഷനും. ഈ 2 കാരണങ്ങളും നമ്മൾ ഇവിടെ ഈ ഇലക്ട്രിക് ഡ്രൈവ് ഉപയോഗിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു വളരെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 50, നമ്മളുടെ സാധാരണക്കാരൻ ഒരു 50-60 കിലോമീറ്റർ പെർ ഹവർ മൈലേജ് ഉള്ള വണ്ടി നമുക്ക് ഈ സിസ്റ്റം നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ എബോവ് വരെ നമുക്കിതിൽ മൈലേജ് കിട്ടും. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്വിച്ചിങ് മെക്കാനിസം, അതായത് ഒരു പിക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് മോഡ്യൂളാണ്. അത് 3 റിലേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റിലേ എന്ന് പറയുന്നത് മോട്ടറിന് വേണ്ടി, മോട്ടോർ കണക്ഷന് വേണ്ടിയാണ് ഫസ്റ്റ് റിലേ. R1 പറയുന്നത് മോട്ടോർ കണക്ഷന് വേണ്ടിയും, R2 എന്ന് പറയുന്നത് IC എൻജിൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയും, R3 എന്ന് പറയുന്നത് ഇഗ്നിഷൻ സ്വിച്ചിന് വേണ്ടിയുള്ളതാണ്. 2 seconds ഡിലേ കൊടുത്തേക്കുന്ന ഒരു ഇഗ്നിഷൻ സ്വിച്ചിന് വേണ്ടിയാണ്. ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാഫിക്കിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ലോ സ്പീഡിലായിരിക്കും പോകുന്നത്. ആ സമയത്ത് ഫ്യൂവൽ എഫിഷ്യൻസി വളരെ ഫ്യൂവൽ കൺസംഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ മോട്ടറിലേക്ക് ഓട്ടോമാറ്റിക് സ്വിച്ച് ആവും. അപ്പോൾ ട്രാഫിക്കിൽ വളരെ ക്രൂസിങ്ങിനൊക്കെ പറ്റിയൊരു സ്കൂട്ടറാണിത്. പിന്നെ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. നമ്മളാണെങ്കിൽ എൻജിന് യാതൊരുവിധ ചേഞ്ചസും വരുത്തുന്നില്ല. ആസ് സച്ച് ഫാക്ടറി സെറ്റിങ്സ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഹബ് മോട്ടർ ഫ്രണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് മോട്ടറിൻ്റെ എല്ലാ ഡീമെറിറ്റ്സും അവോയ്ഡ് ചെയ്തുകൊണ്ട് പവറിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇത്രയും മൈലേജ് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ വെഹിക്കിളിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. താങ്ക്സ്.